ഒരു അടിപൊളി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. 2n² + 3n എന്ന് പറയുന്ന ഇക്വേഷൻ ഒരു അൽജബ്രിക് ഫോം ഉണ്ടാ. ഇതിൽ ആദ്യത്തെ 5 ടേമിന്റെ സം കണ്ടുപിടിക്കും. എടാ ഈ ഇക്വേഷനിൽ എന്നിന് വരെ നിങ്ങൾ 5 അങ്ങ് കൊടുത്തോളി. 5 കൊടുത്താൽ നിങ്ങൾക്ക് അവസാന ആൻസർ 65 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. n² വരെ 5 കൊടുക്കുക, n വരെ 5 കൊടുക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തുടക്കം മുതൽ എത്ര നമ്പർ കൂട്ടിയാലാണ് 3, 2, 4 കിട്ടുക? അതായത് 2n² + 3n എന്ന് പറയുന്നതിൽ എപ്പോഴാണ് 324 കിട്ടുക? ഈ 324 അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? 2n² + 3n - 324 = 0. -b + or മൈനസ് ഓർക്കണില്ലേ? യെസ്. അതിനുവേണ്ടി നമ്മൾ എ ആരാ, ബി ആരാ, സി ആരാ നോക്കണം. എ എന്ന് പറഞ്ഞാൽ n² മുന്നിലുള്ള 2, ബി എന്ന് പറഞ്ഞാൽ 3, സി എന്ന് പറഞ്ഞാൽ -324. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ n ഈസ് ഈക്വൽ ടു എന്നാണ് -b + or -√b² - 4ac/2a. ചാമ്പിക്കോളി. എക്സ് ഈസ് ഈക്വൽ ടു -b ആരാടാ? -3 + or -√b² ആരാടാ? 3² കുഴപ്പമില്ലല്ലോ. യെസ്. ഇവിടെ 4 × a എന്ന് പറഞ്ഞാൽ 2 × c ആരാടാ? -324 ഡിവൈഡഡ് ബൈ 2 × 2. സെറ്റ് അല്ലേ? യെസ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു വേഗം പറഞ്ഞോളി -3 + or -√. ഓക്കെ. ഈ 3² 9 ആണ്. 9 മൈനസ് ഒരു പ്ലസ് ആവും. ദാറ്റ് ഈസ് 22592 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 × 2 4 ആണ്. ഓക്കെ. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -3 + or -√. ഇവിടെ ഉള്ളിൽ ആഡ് ചെയ്യാനുള്ള രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2601 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അടിയിൽ 2 × 2 4 ആണ്. യെസ്. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -3 + or -√2601 എന്ന് പറയുമ്പോൾ എത്രയാണടാ? 51 ആണ്. ഇവിടുന്ന് രണ്ടായിട്ട് ആൻസർ പോകും. ദാറ്റ് ഈസ് ബൈ 4 യെസ് -3 -51/4 ദാറ്റ് ഈസ് ഈക്വൽ ടു -54/4 എന്ന് വരും. മൈനസിന്റെ ആവശ്യം നമുക്കില്ല, കാരണം നമ്പർ ഓഫ് ടേംസിൽ മൈനസ് വരില്ല. ഇനി -3 + 51/4 അവിടെ വരുമ്പോൾ എത്രയാ? 48/4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ്. സെറ്റ് അല്ലേ?